ഹലോ ഗൈസ്, സോ ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ടുള്ള അപ്പവും ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ കുറുമ എന്നൊക്കെ പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നമുക്കങ്ങനെ വിളിക്കാം. സോ റാഗി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതിനു മുമ്പ് നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. റാഗി വെച്ചിട്ട് ദോശ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. അതേപോലെ അപ്പത്തിന് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിയുടെ കൂടെ റാഗിയും കൂടി ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. സോ പാൻ വെച്ചു, പാനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് വെജിറ്റബിൾസ്, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഞാനിവിടെ ക്യാരറ്റും ബീൻസും കിഴങ്ങുമാണ് ആഡ് ചെയ്തത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് വാടി വരണം. വാടി വരുമ്പോഴത്തേനും ഇപ്പുറത്ത് ഞാൻ അപ്പം ചുടുന്നുണ്ട് കേട്ടോ. അപ്പമൊക്കെ നല്ല സെറ്റായിട്ട് ഇളകി വരുന്നുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റാഗിയപ്പം. ഇത് നന്നായിട്ട് കിഴങ്ങൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കിഴങ്ങ് അതിലേക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എങ്കിലേ നമ്മുടെ ഈ കറിയുള്ള കുറുകുറാന്നിരിക്കത്തുള്ളൂ. അതിലേക്ക് നമ്മൾ തേങ്ങയും പെരുംജീരകവും ഇട്ട് നന്നായിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഒഴിച്ചു, കറിവേപ്പിലയിട്ട് അടച്ചു വെച്ചു. ഇനി ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് താളിച്ചൊഴിക്കാനാണ്. ഇതിൽ ഞാൻ നെയ്യ് വെച്ചിട്ടാട്ടോ താളിച്ചൊഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. നെയ്യിലേക്ക് നമ്മുടെ കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആ കറിയിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കുക. എടുത്തൊഴിച്ചെടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ആ നെയ്യുടെ സ്മെല്ലൊക്കെ അതിനകത്ത് പെട്ടെന്ന് കയറി പിടിക്കും. സോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ താളിച്ചു കൊടുക്കുന്ന സമയത്തേക്ക് വറുത്ത് കോരിയിടുക. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല.